പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ് കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഈശോയെ, ഇന്ന് കൃപാസന അൾത്താറെ നടക്കുന്ന 10,000-കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ ദൈവവേദലെ ഞാൻ നിന്നെ ഈശോ നാമത്തിൽ ആശീർവദിക്കുന്നു. മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൽ ഇന്ന് വരെ നടന്നിട്ടുള്ള എല്ലാ അനുഭവ സാക്ഷികളുടെയും സാക്ഷ്യങ്ങൾ നിനക്കും ഈ നിമിഷം നിൻ്റെ ഏറ്റവും വലിയ സങ്കടകരമായ അവസ്ഥകളെ അതിജീവിക്കാൻ ദൈവം നിന്നെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ ഭയപ്പെടുന്ന വ്യക്തികൾ, നീ സങ്കടപ്പെടുന്ന കാര്യങ്ങൾ, നീ എന്ത് ചെയ്യും
എങ്ങനെ അതിജീവിക്കും എന്ന് വേദനിക്കുന്ന വിഷയങ്ങൾ, അതിൻ്റെ മേലെല്ലാം കർത്താവിൻ്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ. കർത്താവേ, ആശുപത്രി കഴിയുന്നവരെ, കർത്താവേ, ഓരോരോ ജീവിക്കാൻ വേണ്ടി ഓരോരോ ജോലിക്ക് പോകുന്നവരെ, ജോലി അന്വേഷിച്ച് പോകുന്നവരെ, ജോലി നഷ്ടപ്പെട്ടവരെ, വിസ പ്രോസസ്സിംഗ് ഇരിക്കുന്നവരെ, വിസ നഷ്ടപ്പെട്ടു പോയവരെ, പുതുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരെ, നാട്ടിലെ ജോലിക്ക് ശ്രമിക്കുന്നവരെ, അതിൻ്റെ പരീക്ഷ എഴുതുന്നവരെ, അതിൻ്റെ പരീക്ഷ റിസൾട്ട് കാത്തിരിക്കുന്നവരെ, കർത്താവേ, പലതരത്തിലുള്ള ജപ്തി നടപടികൾ, പലതരത്തിലുള്ള കോടതി കേസുകൾ, പലതരത്തിലുള്ള ഒത്തുതീർപ്പ് ചർച്ചകൾ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഈ പ്രാർത്ഥന കൂടുന്ന നിനക്ക് മാതാവിൻ്റെ പ്രത്യേക സാന്നിധ്യം ഞാൻ ഉറപ്പു തരികയും അമ്മ നിന്നെ സഹായിക്കുകയും ഈശോ നിന്നെ അനുഗ്രഹിക്കുകയും. എൻ്റെ പ്രിയപ്പെട്ട പിന്നുണ്ടല്ലോ, ഞാനിപ്പോഴേ ഈ ദിവസങ്ങളിലേ നമ്മുടെ ചാവറ പിതാവില്ലേ, ചാവറ കുര്യാക്കോസ് ഏരിയാസ് അച്ഛൻ, വിശുദ്ധ ചാവറയച്ചൻ, ചാവറച്ചന് പട്ടം കൊടുത്ത ഒരു പിതാവുണ്ട്. ഒരു ഇറ്റാലിയൻ കർമലൈറ്റ്സാണ്, മൗറിലിനസ് ടബിലിനി പിതാവ്. 1827 മുതൽ 1831 വരെയാണ് അദ്ദേഹത്തിൻ്റെ വാരാപ്പുഴ വികാരിയാത്തിൽ അദ്ദേഹം ബിഷപ്പായിരുന്നത്. ഇപ്പം ഞാനിപ്പോൾ ഒരു മാസമായിട്ട് സബിലി പിതാവിനെ കുറിച്ചുള്ള ഗവേഷണങ്ങളും പഠനങ്ങളുമാണ്. എൻ്റെ മനസ്സ് പറയുന്നു അങ്ങേരെ ട്രേസ് ഔട്ട് ചെയ്യണമെന്ന്. അപ്പോൾ എനിക്കൊരു ഫ്രണ്ടുണ്ട്, ഫാദർ ജെയിംസ് പുലിയൂരമ്പിൽ. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. പാലായിലെ വലിയ അച്ഛനാണ്, സെമിനാരി പ്രൊഫസറാണ്. കോട്ടയം സെമിനാരി കുറേ വർഷങ്ങൾ അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം കുറേ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഞാൻ ഒരു ദിവസം പാലാ സെമിനാരി പോയി അദ്ദേഹമായിട്ട് കണ്ട് സംസാരിച്ചപ്പോൾ സ്റ്റബിലിൻ്റെ പിതാവിനെക്കുറിച്ച് ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്നതാണ് അച്ഛൻ. സ്റ്റബിലിൻ്റെ പിതാവിനെക്കുറിച്ചല്ല, അച്ഛൻ്റെ സബ്ജക്റ്റ് ഒരു കാലത്തുണ്ടായിരുന്ന ഡബിൾ റെയിമിനെ കുറിച്ചാണ്. സഭയിലുണ്ടായിരുന്ന 2 അധികാര സ്ഥാനങ്ങളുണ്ടായിരുന്നു, പാദ്രുവാദോയും അതുപോലെ പ്രൊപ്പഗാന്തയും. അപ്പം ഞാൻ അച്ഛനോട് സംസാരിച്ച്, അപ്പം അന്ന് എനിക്ക് ഇൻസ്പിരം കിട്ടിയതാണ് സബിലിന് പിതാവിൽ എന്തോ ഒരു കണ്ടൻറ് ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ ഈ ദിവസം വായിച്ച് ചെന്നപ്പോൾ എനിക്ക് ഒരു സംഭവം കണ്ടതെന്ന് വെച്ചാൽ, സ്റ്റബിലിന് പിതാവിൻ്റെ കാലത്താണ് കാറ്റക്കിസം ചേഞ്ച് ചെയ്യണത്. അന്ന് വരെ ഏകാധ്യാപകരാണ് സഭയിലുണ്ടായിരുന്നത്. സ്റ്റബിലിന് പിതാവ് അത് 2 അധ്യാപകരെ വെച്ച്, ആണുങ്ങൾക്കൊരു അധ്യാപകർ, സ്ത്രീകൾക്ക് വേറെ അധ്യാപകർ. അങ്ങനെ വെച്ചതിൻ്റെ വേറെ ചെയ്യുന്ന വെച്ചാൽ സ്റ്റബിലിന് പിതാവ് വേറെ കാര്യം ചെയ്ത് സിലബസ് മൊത്തം ചേഞ്ച് ചെയ്തു. സിലബസ് ചേഞ്ച് ചെയ്ത് എന്താ അറിയാമോ? സിലബസ് ദൈവസ്നേഹം, ഒറ്റ സിലബസ് മാത്രം. ആ ഡോക്ട്രിന ക്രിസ്തവ് എന്ന് പറഞ്ഞ ക്രിസ്ത്യൻ ഡോക്ട്രിൻസ്, വിശ്വാസ പ്രമാണങ്ങൾ, അത് മുതിർന്ന പിള്ളേരിലേക്ക് വന്ന പുള്ളിക്കാരൻ ദൈവസ്നേഹം എന്ന സബ്ജക്റ്റ് പഠിച്ചാൽ മതി എന്ന് പറയും. ഡോക്ടറിനെ ക്രിസ്ത്യൻ നിങ്ങൾ ബേസിക് കാറ്റഗിസം ആദ്യം പഠിച്ചിരുന്നു, ഇപ്പോൾ നിങ്ങൾ മുതിർന്നപ്പോഴിന് ലവ് ഓഫ് ഗോഡ് പഠിച്ചാൽ മതി എന്ന് പറയും. അപ്പോൾ എന്നാ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മൾ എന്ത് ഡോക്ടറേറ്റ് എടുത്താലും, നമ്മൾ ഉപരി പഠനങ്ങൾ നടത്തിയാലും, ക്രിസ്ത്യാനിറ്റി ഇരിക്കുന്നത് എപ്പോഴും ഈ ലവ് ഓഫ് ഗോഡിലാണ് ഇരിക്കുന്നത്, ദൈവസ്നേഹത്തിൽ. ദൈവസ്നേഹം ഒരു വ്യക്തിയുടെ ഉള്ളിൽ തീക്ഷ്ണതരമാകാൻ വേണ്ടിയുള്ള മാർഗങ്ങൾ അന്വേഷിച്ചാൽ ഈ ലോകത്ത് നമുക്ക് ലഭിക്കാൻ പറ്റും. ഒരു വ്യക്തിക്ക് ദൈവസ്നേഹം കൂടിക്കഴിഞ്ഞാലേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എന്ത് ചെയ്തു, എങ്ങനെ ചെയ്തു, നിങ്ങൾ പത്രം കൊടുത്തോ, നിങ്ങൾ കുടമ്പടിയിൽ ഉപവിപ്രവർത്തനം ചെയ്തോ എന്നല്ല. അതൊക്കെ ചെയ്യുമ്പോൾ അതെല്ലാം ദൈവസ്നേഹത്തെ പ്രതി കാഴ്ചവെച്ചുകൊണ്ട് നിങ്ങൾ ദൈവസ്നേഹത്തിന് നിലവാരം കൂട്ടിയോ എന്നാണ് ചിന്തിക്കേണ്ടത്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞെന്താ? സ്നേഹം എല്ലാത്തിനെയും അതിജീവിക്കുന്നു. ഒന്ന് വായിച്ചേ. 1 കൊറിന്തോസ് 13:7. 1 കൊറിന്തോസ് 13:7. സ്നേഹം സകലതും സഹിക്കുന്നു, സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. സ്നേഹം സകലത്തെയും അതിജീവിക്കുന്നു. നമുക്കറിയാമല്ലോ ഡാർവിൻ്റെ തിയറി എന്താണ്? സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് എന്നാണ്. സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ്, അതായത് സർവൈവൽ എന്ന് പറഞ്ഞാൽ അതിജീവനം. ആരാണ്? അതായത് ശക്തൻ്റെ അതിജീവനമാണ്. അപ്പോൾ ഈ ശക്തനെന്നാ പറഞ്ഞാൽ ആരാണ്? ശരിക്കും പറഞ്ഞാൽ അതിജീവിക്കാൻ വേണ്ടി നമ്മൾ സഹായിക്കുന്നത് ശക്തിയാണ്.
ആ ശക്തി ഏതാണ് ബൈബിൾ ഉദ്ദേശിക്കുന്നത്? ദൈവസ്നേഹമാണ്. അതറിയണമെങ്കിൽ ഇപ്പം നമ്മുടെ യാക്കോബില്ലേ, അതായത് യാക്കോബ് ആ ലേയായെ ഭയങ്കര ഇഷ്ടമായിരുന്നു. യാക്കോബിനല്ലേ, യാക്കോബിന് ലേയായെ ഭയങ്കര ഇഷ്ടമായിരുന്നല്ലേ. ലേയ അല്ല, റാഹേലിനെ. ലേയാലിനെ അയാൾ പറഞ്ഞ പൂച്ചക്കഞ്ഞിനെയാണൊക്കെ, അത് അഭിഷേകമില്ലാതെ കൊണ്ട് പൂച്ചക്കണ്ണി എന്നൊക്കെ പറയണതേ. റാഹേലിലേക്ക് അഭിഷേകം അല്ല, ലേയായിലെ അദ്ദേഹത്തിന് അഭിഷേകമില്ല. ചിലപ്പോൾ ആ പൂച്ചക്കണ്ണുകാർ വേറെ ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും, അവർക്ക് അഭിഷേകമുണ്ട്. അതാണ് ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടാത്തവർ വേറെ ചില ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ദൈവം ഓരോരുത്തർക്ക് നിശ്ചയിച്ചേക്കണമുണ്ടല്ലേ. പക്ഷേ ഇയാൾ തെറ്റി വേറെ ഒരു സെൽഫ് ലവായിട്ട് റാഹേലിനെ ഇഷ്ടപ്പെട്ടപ്പോൾ കുറേ ലാബാൻ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ചേർത്ത് നിർത്തി അനിയത്തേക്ക് എടുക്കുന്ന പരിപാടിയൊന്നും ഇല്ല, നീ ജോലി ചെയ്യ്, അപ്പം നിനക്ക് വേണമെങ്കിൽ റാഹേലിനെ കല്യാണം കഴിപ്പിച്ച് തരാം. പക്ഷേ എന്നിട്ട് ഇപ്പം പിന്നെ കഷ്ടപ്പെട്ട് എല്ലൊടിഞ്ഞ് ജോലി ചെയ്യാൻ തുടങ്ങി. രാത്രി പോലെ ഉറക്കം നിന്ന് ഓട്ടോയൊക്കെ എടുത്ത് ജോലി ചെയ്യാൻ. അവസാനം എന്താ പറയുന്നറിയാം? എന്താ പറഞ്ഞതൊക്കെ? 29:20 എടുത്തേ. അങ്ങനെ റാഹേലിന് വേണ്ടി യാക്കോബ് 7 കൊല്ലം പണിയെടുത്തു. 7 കൊല്ലം എല്ല് പണിയെടുത്തു. അവളോടുള്ള സ്നേഹം മൂലം കാരണം ആ വർഷങ്ങൾ ഏതാനും നാളുകളായേ അവന് തോന്നിയുള്ളൂ. അവന് സ്നേഹം കൂടിയപ്പ അത് ലവ് ലെവൽ വർദ്ധിക്കണം. ശബരിൽ പിതാവ് പറഞ്ഞ കറക്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ ലോകത്തെ കീഴടക്കാനും പൗലോസ് പറഞ്ഞ പോലെ എല്ലാത്തിനും അതിജീവിക്കാനും നമ്മൾ ചെയ്യുന്ന ഉടമ്പടിയിലൂടെ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, ഉടമ്പടിയിലൂടെ ചെയ്യുന്ന ഉപവിപ്രവർത്തനങ്ങൾ ദൈവസ്നേഹത്തിന് അടിസ്ഥാനപ്പെടുത്തി ചെയ്തിട്ട് വരുമ്പോൾ, ദൈവസ്നേഹം നമ്മൾ വർദ്ധിച്ചു വരുമ്പോൾ നമുക്കിതിനെല്ലാത്തിനും ജീവിതത്തെ അതിജീവിക്കാൻ കഴിയും. അതാണ് ഈ സർവ്വലോകി ഫിറ്റ്നസ് എന്ന് പറയുന്നത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും. അപ്പം എനിക്ക് ഓർമ്മ വന്നു, ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോയപ്പോൾ ഞാൻ ഈ ഡ്രസ്സിലാണ് എൻ്റെ കാശുരൂപം കുത്തിയത്. അപ്പോൾ ആ ഡ്രസ്സിലില്ല, അതിനൊരു ഓവർകോട്ട് ഉണ്ടായിരുന്നു. അത് മടക്കിനടിയിൽ തന്നെ ഓവർകോട്ടും ഉണ്ടായിരുന്നു. അത് നോക്കാൻ എന്നോട് പറഞ്ഞു. ഞാൻ ആ ഓവർകോട്ട് എടുത്ത് നിവർത്തി നോക്കിയപ്പോൾ ആ കാശുരൂപം അതിനകത്ത് കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ആ കാശുരൂപം എനിക്ക് തിരിച്ചു കിട്ടി. പിന്നത്തെ എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞങ്ങളൊരു പ്രേക്ഷിത പ്രവർത്തനത്തിന് വേണ്ടി പോയപ്പോൾ ഞങ്ങൾ കമ്പത്താണ് പോയത്. കാരണം മാതാവിനെ ഇവിടെ എല്ലാം ഇപ്പം നമ്മളെല്ലാ സ്ഥലത്തും എല്ലാവരും മാതാവിനെ അറിയപ്പെടാത്ത സ്ഥലത്ത് എത്തിക്കണമെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നുകൊണ്ട് ഞങ്ങൾ കമ്പത്താണ് കൊണ്ടുപോയത്. കമ്പത്ത് 10 കെട്ട് തമിഴ് പത്രവും വാങ്ങി. എനിക്കും ഹസ്ബൻഡിനും ഭാഷ അറിയില്ല, എങ്കിലും എനിക്ക് അറിയിക്കണമെന്നൊരാഗ്രഹം ഉള്ളതുകൊണ്ട് ഞങ്ങൾ 10 കെട്ട് പത്രവുമായി പോയി. അവിടെ ഞങ്ങൾ ചെന്നപ്പോൾ ക്രിസ്ത്യൻസ് തീരെയില്ല, മുസ്ലിംസും ഹിന്ദുക്കളും മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ആർക്ക് ഇനി മതപരിവർത്തനം നടത്തിയെന്ന് പറഞ്ഞ് നമുക്ക് പ്രശ്നമാകുമോ എന്നൊക്കെ ഹസ്ബൻഡ് ചോദിച്ചു. എങ്കിലും എനിക്ക് നല്ല പ്രത്യാശ ഉണ്ടായിരുന്നു എനിക്ക് കൊടുക്കാൻ പറ്റുമെന്ന്. ഞാൻ മാതാവിൻ്റെ കാശുരൂപം മുറുകെ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, മാതാവേ, ഞാൻ അമ്മയെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നത്, ഇത് ഞാൻ തിരിച്ചു കൊണ്ടുപോകുകയില്ല, എനിക്കൊരു വഴി കാണിച്ചു തരണമെന്ന് ഞാൻ പറഞ്ഞു മുറുകെ പ്രാർത്ഥിച്ചു. മാതാവ് എനിക്ക് കുറച്ച് ദൂരെ ചെന്നപ്പോൾ തന്നെ ഒരു കുരിശടി കാണിച്ചു തന്നു. ആ കുരിശ് നോക്കി ഞങ്ങൾ വണ്ടി അടുപ്പിച്ചപ്പോൾ ആ വണ്ടി ആ വഴിയെ കൂടെ പോവില്ല, കുരിശ് കാണുന്ന വഴി. ഞങ്ങൾ വേഗം അവിടെ വണ്ടി നിർത്തി നടന്നു. ഒരു തമിഴന്മാർ താമസിക്കുന്ന ഏരിയ, ചെറിയ റോഡാണ്, അതിലൂടെ ഞങ്ങൾ നടന്നു. കുരിശടി കണ്ട് കുരിശ് നോക്കി ഞങ്ങൾ നടന്ന് അവിടെ ചെന്നപ്പോൾ ഒരു വലിയ പള്ളിയാണ്. ആ പള്ളിയിൽ ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും അവിടെ എനിക്ക് ദൈവകൃപയാൽ മാതാവിൻ്റെ സാന്നിധ്യമുള്ള ഒരു പള്ളിയായിരുന്നു ആ പള്ളി. എനിക്കത് മനസ്സിലാക്കി അമ്മ തന്നു. അവിടെ ആ പത്രം മുഴുവൻ കൊടുക്കാനും എനിക്ക് സാധിച്ചു. പിന്നെ എനിക്കുണ്ടായ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ അടുത്തുള്ളൊരു കൊച്ചിന് 11 വയസ്സുള്ളൊരു പെൺകുട്ടിക്ക്, അനാമിക എന്നാണ് അവളുടെ പേര്, കാലിന് മുട്ടിന് ക്യാൻസറാണ്. അവൾക്ക് പലതവണ ഉടമ്പടി എടുത്താണെങ്കിൽ പോലും പലതവണ ഇവിടെ വന്നിട്ട് അച്ഛനെ കാണാനുള്ള സാഹചര്യം ഉണ്ടായില്ല. ഞങ്ങൾ ഒത്തിരി പേരെ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് അവളെ മാത്രം ഇവിടെ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. അവരെന്നും ഓട്ടോ വിളിച്ചാണ് വരുന്നത്. ഞാൻ ഒരു പ്രാവശ്യം അവർക്ക്
ഓട്ടോക്കൂലിക്ക് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിന് അച്ഛനെ കാണാൻ പറ്റിയില്ല. എനിക്കൊരു വിഷമം തോന്നി. ഞാൻ എന്നപ്പോൾ എൻ്റെ ജീവിതം എന്ന് പറയുന്നത് എനിക്ക് വചനമാണ്. എൻ്റെ വചനത്തിലൂടെ എൻ്റെ സുഖവും സന്തോഷവും മുഴുവൻ വചനമാണ്. ദുഃഖം വന്നാലും സന്തോഷം വന്നാലും വചനം എടുത്ത് നോക്കി അതിലൂടെ മാത്രമേ ഞാൻ എൻ്റെ സന്തോഷം ദുഃഖവും ഞാൻ പങ്കുവയ്ക്കാറുള്ളൂ. എനിക്കതില്ലാതെ പറ്റില്ല. ഞാനെപ്പോൾ ദൈവത്തിനോട് ഞാൻ ചോദിച്ചു, ദൈവമേ ഇതിൻ്റെ യോഗം എനിക്ക് തന്നെയാണോ അവിടെ കൊണ്ടുവരാനുള്ളതെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ഞാൻ വചനം എടുത്തപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ കിട്ടുമെന്ന ബോധ്യവും കാണപ്പെടാത്ത ഉണ്ടെന്നുള്ള ബോധ്യമാണെന്നുള്ള വചനമാണ് എനിക്ക് തന്നത്. ഞാനത് വിശ്വസിച്ചു. ഞാൻ പിറ്റേ ദിവസം രാവിലെ ഇവിടെ വിളിച്ചു ചോദിച്ചു, അച്ഛനിവിടെ കാണാൻ പറ്റുമോ എന്ന്. അപ്പോൾ അവർ 9:30 ആയിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഇനി എപ്പോൾ വരാൻ? അച്ഛൻ ഇന്ന് 3 മണി വരെ ഉള്ളൂ എന്നോട് പറഞ്ഞു. എന്തായാലും ഞാൻ ഒരു വചനം കൂടി എടുത്ത് നോക്കിയപ്പോൾ, അല്പവിശ്വാസി നീ സംശയിച്ചത് എന്ത് എന്നുള്ളൊരു വചനമാണ് എനിക്ക് കിട്ടിയത്. ഞാനൊന്നും നോക്കിയില്ല. ആ കുഞ്ഞിനെ അവളെ എടുത്തുകൊണ്ട് വേണം വരാൻ. 11 വയസ്സുള്ള പെൺകുട്ടിയാണ്. ഞാൻ ഹസ്ബൻഡിനെ അന്ന് പണിയാൻ വിട്ടില്ല. ഹസ്ബൻഡിനെയും കൂടെ കൂട്ടി ഞാൻ വേഗം ആ കൊച്ചിൻ്റെ അമ്മയും കൂടെ കൂട്ടി വേഗം ഇങ്ങോട്ട് പോന്നു. ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ അവളെ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ ഈ കസേരയിൽ ഇരുന്നപ്പോൾ ഒരു ചേച്ചി ഓടി വന്ന് എൻ്റെ അടുത്ത് വന്ന് എന്നോട് ചോദിച്ചു, എന്താണ് മോൾക്ക് പറ്റിയതെന്ന്. ഞാൻ പറഞ്ഞു, മോൾക്ക് കാലിനും മുട്ടിന് ക്യാൻസർ ആണെന്ന് പറഞ്ഞു. ഒന്ന് കാണിക്കാൻ എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ വേഗം കൊച്ചിൻ്റെ ഉടുപ്പ് മാറ്റി കാണിച്ചു കൊടുത്തപ്പോൾ എന്നോട് പറഞ്ഞു, ഇന്ന് തൊട്ട് ഞാനും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അന്നേരം എന്നോട് ഞാൻ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ കാസർഗോഡ് നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞു. ചേച്ചി എങ്ങനെ ഇനി പോകുന്നതെന്ന് ചോദിച്ചു. എനിക്കറിയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ചേച്ചി എങ്ങനെയാണ് വന്നത്? ഞാൻ മാവേലിക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഉച്ചവരെ അച്ഛനെന്ന് നേരത്തെ പോകുന്നതുകൊണ്ട് നേരത്തെ വരും, എങ്ങും പോകരുതെന്ന് ഇവിടുന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ വേഗം കൊച്ചിൻ്റെ ജ്യൂസ് വാങ്ങിക്കാൻ പോയപ്പോൾ ഇവിടെ അച്ഛൻ വന്നിരുന്നു. അപ്പോൾ ആ കൊച്ചിൻ്റെ അടുത്ത് അതേ ചേച്ചി തന്നെ ഓടി വന്ന് അവരോട് പറഞ്ഞു, അച്ഛൻ ഇവിടെ വന്നിട്ടുണ്ട്, വേഗം ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ ആ കൊച്ചിൻ്റെ അമ്മ പറഞ്ഞു, ആ കുട്ടി എൻ്റെ കൂടെ വന്ന് ചേച്ചി ജ്യൂസ് വാങ്ങിക്കാൻ പോയിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേച്ചി തന്നെ പറഞ്ഞു, ഞാനിവിടെ ഇരുന്നോളാം, വേഗം ചെല്ലല്ലേ അച്ഛൻ പോകുമെന്ന് പറഞ്ഞ് അവർ നിർബന്ധിച്ച് കയറ്റി വിട്ടു. ഭാഗ്യം കൊണ്ട് അന്ന് അച്ഛനെ കാണാനും ഒക്കെ ഉള്ളൊരു യോഗം കിട്ടി. പക്ഷേ എനിക്കതിൽ വലിയൊരു സംഭവം, ഒരു അനുഗ്രഹം കിട്ടിയത് എനിക്ക് അമ്മ മാതാവിനൊരു നിറഞ്ഞ സാന്നിധ്യമായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്കന്ന് ഇവിടെ കിട്ടിയത്. ഞാൻ പലതവണ ഞാനിവിടെ ഉപവാസം എടുത്ത് ഞാൻ വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് അന്നൊന്നും എനിക്കൊരു വിശപ്പുണ്ടായിട്ടില്ല. ഇവിടുന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഒരു വല്ലാത്ത വിശപ്പ് തോന്നി. ഞാൻ പല സ്ഥലത്ത് ചെന്നപ്പോൾ, എന്നും കഴിക്കുന്ന സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ എന്നും ചോറില്ല. അപ്പോൾ അവർ പറഞ്ഞു അപ്പുറം ചെന്ന് നോക്കാൻ പറഞ്ഞു. ഞാൻ അവിടെയൊക്കെ ചെന്ന് നോക്കിയിട്ട് എനിക്ക് ചോറ് കിട്ടിയില്ല. ഞാൻ എന്നിട്ട് തിരിച്ചു വന്നപ്പോൾ അവിടെ അവർ പറയുന്നുണ്ട്, ഇവിടെ ഒരാൾക്കുള്ള ചോറുണ്ടെന്ന് പറയുന്നുണ്ട്. ഞാൻ ഒരാൾക്കുള്ള ചോറെന്ന് പറഞ്ഞാൽ ഞങ്ങൾ 5-6 പേരും ഉണ്ട്. എന്നാൽ അവിടെ നിൽക്കുന്നവർ മേടിക്കട്ടെ എന്ന് കരുതി ഞാൻ മാറി നിന്നപ്പോൾ അവിടുന്ന് ഫുഡ് കൊടുക്കുന്ന ചേച്ചി പറഞ്ഞു, ഈ കൊച്ചാണ് ആദ്യം വന്നത്, അതുകൊണ്ട് ഈ കൊച്ചിന് ചോറ് കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ ആ ചേച്ചി എന്നെ കണ്ടോന്ന് പോലും കൂടെ എനിക്കറിയില്ല. പക്ഷേ ഞങ്ങൾ കാശ് കൊടുത്ത് എന്നും മേടിക്കുന്നതിനേക്കാളും ചോറും ഒക്കെ എനിക്ക് അന്ന് കൂടുതൽ കിട്ടി. എനിക്ക് അന്നത് സത്യം പറഞ്ഞാൽ അന്ന് മാതാവിൻ്റെ നിറഞ്ഞൊരു സാന്നിധ്യമാണ് എനിക്ക് അന്ന് ഇവിടെ കിട്ടിയത്. പിന്നെ അതുപോലെ എനിക്ക് പറഞ്ഞറിയിക്കാൻ, ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറയാൻ വിട്ടുപോയിട്ടുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ അമ്മ മാതാവ് എന്നോട് ക്ഷമിക്കട്ടെ. ഇത്രയും അനുഗ്രഹം തന്ന് ഈ അൾത്താരയിൽ വന്ന് 2ാമത് സാക്ഷ്യം പറയാൻ എനിക്ക് അനുഗ്രഹം തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി ഞാൻ പറയുന്നു. ഞാനൊരു അക്രൈസ്തവ കൂടിയാണെന്നുള്ള കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. പേര് വിനയ ജോൺ, വരുന്നത് അറുന്നൂറ്റിമംഗലം, UK സെറ്റിൽഡാണ്. എൻ്റെ ഉടമ്പടി ഇവിടെ വന്ന് എടുത്തത് 2/5/2022 ഉടമ്പടി എടുക്കാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 2021 മിസ്കാരേജ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 2022 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അതല്ലാതെ തന്നെ ഞാൻ മുമ്പ് ഉടമ്പടി എടുത്തിട്ടുള്ള ആളാണ്. ഞാനൊരു കുഞ്ഞിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിരുന്നു. എന്നിട്ട് എനിക്ക് കുഞ്ഞുണ്ടാകുന്നതിന് മുമ്പ് തന്നെ എനിക്കൊരു ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് ജൂലൈയിൽ എനിക്കൊരു പോസിറ്റീവ് റിസൾട്ട് തരണം എന്നുള്ള രീതിയിൽ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ 2022 ഞാനിങ്ങനെ ആഗ്രഹിച്ചിരുന്നു, പക്ഷേ ഒന്നും നടന്നില്ല. അപ്പോഴത്തേന് ജൂലൈ 17-ാം തീയതി സൺഡേ രാവിലെ ഞാനിങ്ങനെ ഉറങ്ങി 5:30 പ്രാർത്ഥിക്കാൻ എണീക്കുന്നതിന് മുമ്പ് എനിക്കൊരു സ്വപ്നം ഉണ്ടായി. അതിലിങ്ങനെ ഞങ്ങളുടെ പള്ളിയിൽ അച്ഛൻ ബൈബിൾ വായിക്കുകയാണ്. അതിൽ അച്ഛൻ ഇങ്ങനെ പറയുകയാണ്, അച്ഛൻ വായിക്കുന്ന ബൈബിള് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന 18-ാം അധ്യായം. അതിൽ 10-ാമത്തെ വാക്യമാണ് എൻ്റെ മനസ്സിൽ വന്നത്. അടുത്ത വസന്തത്തിൽ ഞാൻ വരുമ്പോൾ നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഞെട്ടി എണീറ്റു. പിന്നെ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞു, പള്ളിയിൽ പോയി. പള്ളിയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കെങ്കിലും അന്നത്തെ ബൈബിൾ വായന
ഈ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായനയായിരുന്നു. ശരിക്കും എനിക്കതൊരു അത്ഭുതമായിട്ടാണ് തോന്നിയത്. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഈ മോളെ കിട്ടിയത് 2023 ഓഗസ്റ്റ് 1-ാം തീയതി ഞങ്ങൾക്കൊരു മോളെ തന്ന് അനുഗ്രഹിച്ചു. പ്രഗ്നൻസി സ്റ്റാർട്ടിങ്ങിൽ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എൻഡിങ് ഒക്കെ ആയപ്പോഴത്തേക്കെങ്കിലും കൊച്ചിൻ്റെ ഹാർട്ട് റേറ്റ് കുറയുമായിരുന്നു. നോർമൽ ഡെലിവറി ആയിരുന്നു പ്ലാൻ ചെയ്ത് വെച്ചത്. ഹാർട്ട് റേറ്റ് ഒരുപാട് ഡൗൺ ആകുന്നു. അപ്പോൾ എല്ലാ ദിവസവും ഞങ്ങൾ CTG മോണിറ്ററിങ്ങിന് പോകുമായിരുന്നു. എന്നിട്ട് അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഹാർട്ട് റേറ്റ് CTG ചെയ്യുമ്പോഴത്തേന് കുഴപ്പമുണ്ടായിരുന്നില്ല. എന്നിട്ട് ഇൻഡ്യൂസ് ചെയ്തു.